അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ചുമ്മാ വീട്ടിലിരുന്നപ്പോഴാണ് ആ ഒരു ദിവസം കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് പുറത്തോട്ട് പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് വാഗമൺ തങ്ങൾപാറ അടുത്തോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ചൂടുള്ള സമയമായിട്ട് നമ്മൾ ഇത്രയും തണുപ്പൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചതിനായി കൂടുതൽ നല്ല തണുപ്പും പച്ചപ്പും എല്ലാം സൂപ്പറായിട്ട് നല്ല ക്ലൈമറ്റായിരുന്നു. റോഡൊന്നും കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല കോടയും തണുപ്പും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്ത് ഭംഗിയായി! അപ്പോൾ വീട്ടിലിരുന്നാൽ ഇത് കിട്ടുമായിരുന്നു. അപ്പോൾ പോയ സ്ഥലമെല്ലാം അടിപൊളിയായിട്ട് നമുക്ക് കണ്ണിനും മനസ്സിനും കുളിർമയുള്ള നല്ല സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം സൂപ്പറായിട്ട് നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ്. നോക്കാം. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു മഴയും കൂടായി, ചെറിയൊരു മഴ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പത്തൂടെ ഹൈ റേഞ്ചിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥ. അപ്പം എന്തായാലും നമ്മൾ കൊല്ലത്ത് നല്ല ചൂടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷം കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ നല്ല ഒരു എനർജറ്റിക് ഫീൽ. നോക്കാം ഇനി അങ്ങോട്ട്. അങ്ങനെ ഞങ്ങൾ തങ്ങൾപാറയിൽ കയറി തുടങ്ങി. കുറച്ചെത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു സംശയം. ഞങ്ങൾക്ക് കുറച്ച് വെയിറ്റും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഈ പാറ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് കുറച്ച് പ്രായമായ അച്ഛനമ്മമാരൊക്കെ കയറി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കണ്ടത്. ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. അവർക്ക് കയറാമെങ്കിൽ നമുക്കും കയറി നോക്കാം. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരേ നിർബന്ധം, അതിൻ്റെ ടോപ്പിൽ വരെ എത്തിയിട്ട് നോക്കിയിട്ട് ഇറങ്ങി വരാം എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടന്നു തുടങ്ങി. അങ്ങനെ കൂറ്റൻ പാറകളും കോടമഞ്ഞും, ശരിക്കും നമ്മളെ തട്ടി കോടമഞ്ഞ് പോകുന്ന ഒരു ഫീല് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നാലും ഈ വീഡിയോയിലൂടെ കാണുന്നത് നമുക്കത് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുമ്പോഴേ അതറിയാൻ പറ്റുള്ളൂ. നമുക്ക് എത്രത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എങ്കിലും അതൊരു അനുഭവിക്കേണ്ട അനുഭവമായിരുന്നു. ശരിക്കും നല്ല ഫീലായിരുന്നു. ശരിക്കും കുട്ടികളുമായിട്ട് നമ്മൾ ആ പാറ കയറി തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒന്നും പിന്നീട് കയറി തുടങ്ങിയപ്പോൾ അത് തോന്നിയില്ല. കാരണം നല്ല തണുപ്പും ആ ക്ഷീണമൊന്നുമില്ല. കോടമഞ്ഞും എല്ലാം നല്ല ഒരു പ്രത്യേക വൈബാണ്. നമുക്ക് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അങ്ങ് അറ്റം എത്തണമെന്നുള്ള ഒരു പ്രത്യേക കയറാനുള്ളൊരു ത്വരയുണ്ടല്ലോ, അങ്ങ് കയറി പോകും നമ്മൾ. പിന്നീട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ കൂറ്റൻപാറ കയറി ചെല്ലുമ്പോൾ ശരിക്കും നമുക്ക് പറ്റാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. എന്ത് കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അത് നമ്മളെ കൊണ്ട് പറ്റും. പാറയുടെ മുകളിലോട്ട് കയറി തുടങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര എനർജറ്റിക്കായിട്ട് ഇരുന്ന കുട്ടികൾക്കൊക്കെ ക്ഷീണമായി തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് റെസ്റ്റ് എടുത്തിട്ടൊക്കെ പതുക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ക്ലൈമറ്റ് ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണമില്ല. എന്നാലും നമ്മൾ കയറുന്നതിൻ്റെ ആ സ്ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കയറാമെന്ന് വെച്ചു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇത്രയും കയറിയതല്ലേ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അവസാനം വരെ ചെന്നിട്ട് ഇറങ്ങി വരണം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേശ്ശെ നമുക്ക് പറ്റുന്നിടത്തോളം കയറാം, പിന്നെ റെസ്റ്റ് എടുക്കാം, അങ്ങനെ കയറാമെന്നുള്ള ഇതിൽ തന്നെ നിന്നു. പിന്നെ കുറച്ച് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നിരപ്പായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് നിരപ്പായിട്ട് തന്നെ പോയിട്ട് പിന്നെ അടുത്ത പാറയിലോട്ടാണ് കയറുന്നത്. അപ്പം നമുക്ക് അത്ര സ്പേസ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് വലിയ ക്ഷീണം തോന്നില്ല. എന്നാലും നമുക്ക് ആ കയറി ചെല്ലുന്ന ഒരിതുണ്ടല്ലോ, അങ്ങനെ നമ്മളങ്ങ് നടന്ന് കയറിക്കോളും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് അങ്ങനെ ഒത്തിരി പേർക്കൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ചെന്ന് നിന്ന് ഇതിൻ്റെ പാറയുടെ വലിപ്പം കാണുമ്പോഴത്തേക്കും നമ്മളതിനെ കയറാനായിട്ട് ശ്രമിക്കത്തുമില്ല. പക്ഷെ കയറാൻ തന്നെ ശ്രമിക്കണം. നമ്മൾ ചെന്ന് നോക്കിയിട്ട് ഇങ്ങ് പോകാതെ അതിൽ കയറി നമുക്ക് അതിൻ്റെ ആ അവസാനം എന്താണെന്ന് അറിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു സന്തോഷമില്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെ തോന്നും. എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കുട്ടികളും ചേട്ടനും എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് കയറാം, നമുക്ക് പോകാം, നോക്കാം എന്നുള്ള ഇതിൽ നിന്നപ്പം എനിക്കും കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിൽ എത്താറായി. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, എന്നാലും
നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. കാരണം വെച്ചാൽ നല്ല കുത്തനെയുള്ള കയറ്റവും നല്ല ഉരുളൻ കല്ലുകളും മഴയൊക്കെ പെയ്തുകൊണ്ട് ചില കല്ലുകളൊക്കെ നല്ല വഴുക്കലായിട്ട് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് വെക്കുന്ന ഓരോ ചൂടുകളും വളരെ സൂക്ഷിച്ച് തന്നെ വെക്കണം. ഇല്ലെങ്കിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ നേരെ പാറക്കല്ലിലൊക്കെ ആയിരിക്കും ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. പിന്നെ ഒരു നല്ലൊരു എനർജറ്റിക് ഫീലാണ് നമുക്ക് മുകളിലോട്ട് പോകുന്നത്. നമ്മളെന്തോ വേറെ ഏതോ ലോകത്ത് ചെന്ന് എത്തിപ്പെടുന്ന ആ ഒരു ഫീലാണ് കേട്ടോ സത്യം. ആ തണുപ്പും കോടയും എല്ലാം. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെഡിക്കൽ സൗകര്യങ്ങൾ ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഇതിന് മുകളിൽ ഒരു മെഡിക്കൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടായാലും ശരിയാണ് നമ്മളങ്ങ് ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ടോപ്പിലെത്തിയപ്പം കണ്ട കാഴ്ച കണ്ടപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയത്. കാരണം അവിടെ ഒരു ചെറിയൊരു ഖബറും അവിടെ കുറച്ച് ആചാരങ്ങളും വളരെ ഒരു പാറക്കെട്ടുണ്ട്, ഒരു ഉരുണ്ട പാറ കാണുന്നുണ്ടല്ലോ. അത് ഓരോ ദിവസം കഴിയുന്തോറും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു പാറയാണ്. അതാണ് തങ്ങള് പാറ എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ട് അവിടുത്തെ നിയമങ്ങളൊക്കെ പാലിച്ച് നമ്മൾ വീഡിയോഗ്രാഫി അവിടെ പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോഗ്രാഫി എല്ലാം ഒഴിവാക്കി ആ വഴികളിലൂടെ നമ്മൾ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമുള്ള ആ കാഴ്ചകളും കോടയും തണുപ്പും ഒക്കെ കൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പ് വളരെ മനോഹരമാക്കിയ ഈ ഒരു യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ മുകൾ ഭാഗം എങ്ങനെയായിരിക്കുമെന്ന്. എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവിടെ ചെന്നു, അതെല്ലാം കണ്ടു, തിരിച്ചിറങ്ങി വന്നു. വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മതങ്ങളെയും ബന്ധപ്പെടുത്തിയുള്ള ചില ആചാരങ്ങൾ, ഇതിന് അപ്പുറത്ത് തന്നെയാണ് കുരിശുമല എന്ന് പറയുന്ന ഒരു കുരിശുമലയുണ്ട്. അതും പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു മുരുകൻ മല. ഇത് മൂന്നും ഈ മലകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തിക്കുകയാണ് ഇതേ ഹൈറ്റിൽ നിന്ന്. അപ്പം എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണെന്നാണ് ഇതിനകത്ത് അവർ വിശ്വസിക്കുന്നത്, നമ്മളും വിശ്വസിക്കുന്നത്. അപ്പം ഈ കാഴ്ചകളും ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളും വീഡിയോ കാണുന്നവർ വന്ന് കണ്ട് ആസ്വദിച്ച് തന്നെ പോകണം. കാരണം കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്.